മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കാട്ടാന പടയപ്പയ്ക്കായി പ്രത്യേക സംഘം നിരീക്ഷണം തുടങ്ങി. ഡ്രോൺ നിരീക്ഷണം സ്ഥിരമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും വനംവകുപ്പ് ആരംഭിച്ചു. മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലെ ജനവാസ മേഖലയിലാണ് ആന നിലവിലുള്ളത്. ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ ഉടനെ കഴിയില്ല എന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. പടയപ്പ ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലാണ് ആന ഇപ്പോഴുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു ചോല വനത്തിൽ അത് മറഞ്ഞിരിക്കുകയാണ്. ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നിലവിൽ പടയപ്പ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ വെയിലാറിയതിനു ശേഷം വീണ്ടും ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. തൊട്ടടുത്ത് ലയങ്ങളുണ്ട്. അതിൻ്റെ ആശങ്ക ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾക്കുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. പടയപ്പ സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പശ്ചാത്തലത്തിൽ ആനയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ വനംവകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യഘട്ടത്തിലെ നിരീക്ഷണം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നമ്മളുടെ ലാൻഡ്സ്കേപ്പിന് സ്യൂട്ടബിളായ രീതിയിൽ എങ്ങനെ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് റിയൽ ടൈം ആയിട്ട് ഇവിടെയുള്ള എലിഫൻസിൻ്റെ മൂവ്മെൻറ്റിനെയും നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാൻ കഴിയും, അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അലേർട്ടുകൾ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ ആ പടയപ്പ മതപ്പാടിലായിരുന്നു. മതപ്പാട് കാലം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വനംവകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ സമീപ ദിവസങ്ങളിൽ 3 കടകൾ മാട്ടുപ്പെട്ടിയിൽ പടയപ്പ തകർത്തിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങളോട് കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആനയെ ഉൾവനത്തിലേക്ക് തുരത്തുക എന്നുള്ളത് അപ്രായോഗികമായൊരു കാര്യമായി വനംവകുപ്പ് കാണുന്നുണ്ട്. കാരണം മൂന്നാർ മേഖലയിൽ ഉൾവനങ്ങളില്ല, ചെറിയ ചോലവനങ്ങൾ മാത്രമാണുള്ളത്. ഒരുപക്ഷെ ആനയെ ഈ മാങ്കുളം മേഖലയിലേക്ക് തുരത്താൻ വേണ്ടിയുള്ളൊരു നടപടി സ്വീകരിച്ചേക്കും. അത് ആദ്യഘട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത്. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.